അവരെ പറ്റിയാണ് പറഞ്ഞത്. ഉലൈക അസ്ഹാബുൽ മൈമന, ആളുകളുടെ പെരടി നിർത്തി കൊടുക്കുന്ന ആളുകൾക്കാണ് വലത്തെ കയ്യിൽ കിതാബ് ലഭിക്കുന്നത്. തോനസ്കരിച്ചോന്നല്ല പറഞ്ഞത്. നിസ്കാരം ഏത് കള്ളനും നിസ്കരിക്കാൻ കഴിയും, അതാർക്കും നിസ്കരിക്കാൻ. ഇത് ഈമാനുള്ളവനെ ചെയ്യാൻ കഴിയും, ഏതാർക്കും ചെയ്യാം. നിസ്കരിക്കേണ്ട നല്ല നിസ്കാരം പ്രധാനപ്പെട്ട അമലൊക്കെ തന്നെയാണ്. പക്ഷേ കള്ളന്മാർക്കൊക്കെ ചെയ്യാവുന്ന പണിയാണത്. ആർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. അല്ലാഹു പറഞ്ഞു, നോക്ക് ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മസ്റബ. മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനെ രക്ഷപ്പെടുത്തിക്കോ. ദാ മസ്റബ ഓ മിസ്കീന ദാ മസ്റബ. മസ്റബ എന്ന വാക്ക് തുറാബ് എന്ന വാക്കിനുണ്ടായതാണ്. മസ്റബ മണ്ണിലേക്ക് അഭയം ചേർന്നവൻ, മണ്ണിൽ വീണ് കിടക്കുന്നവൻ. മണ്ണല്ലാതെ അഭയം ഇല്ല, അവനെ സഹായിക്കാൻ അവന് യാതൊരു അസ്ഥിവാരവും ഇല്ല. പൈസ ഇല്ല, 10 ഉറുപ്പില്ല, ആളില്ലാതെ സഹായിക്കാൻ ആളില്ലാതെ മണ്ണിൽ ചേർന്ന് കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇനി 6 അടി മണ്ണിനെ പ്രതീക്ഷിക്കുന്ന ആൾ. എനിക്ക് അർത്ഥം വെക്കാം. മസ്റബ ഈ രോഗത്തിൽ മരിക്കല്ലാതെ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് കരുതി നടക്കുന്ന ആളുകൾ, അവരെ എന്ത് ചെയ്ത് അവരെ പെരടിനെ രക്ഷപ്പെടുത്തിയാൽ ഉലൈക അസ്ഹാബുൽ മൈമന, നീ വലത്തെ കൈയിന്റെ ആളാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചിന്തിക്കണം. മഹല്ലുകൾ തോറും ഇത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മഹല്ലുകൾ തോറും എല്ലാ മുസ്ലിം മഹല്ലുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായി നിങ്ങളെ മുന്നിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ മുസ്ലിം മഹല്ലുകൾ തോറും ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഫണ്ടുകൾ ഉണ്ടാകൽ അനിവാര്യമാണ്. കാരണം ഒരാൾ പോലും ഈ ശിർക്കിനെ പോലും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബുദ്ധിമുട്ടി കിടക്കുന്ന ഒരാളോട് ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോരാ, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോരാ, പരിഹാരം ഉണ്ടാക്കണം, പരിഹാരം പറയണം. അല്ലാതെ അവനതല്ലാതെ നിർവാഹമില്ല. അവന്റെ കിഡ്നി വീക്കാണ്, അവന് ശിർക്കിന്റെ ആശുപത്രിയിൽ പോയാലേ ഇത് നടത്താൻ കഴിയുമെങ്കിൽ അവൻ ചെയ്യാൻ നിർബന്ധിതനാകും. ചെയ്യാൻ പാടില്ലെങ്കിലും നിങ്ങൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ശിർക്കിനെ ആശ്രയിക്കരുത്. ആൾ ദൈവങ്ങളെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ ദൈവമുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആൾ ദൈവമുണ്ട്. ആ ആൾ ദൈവത്തിന്റെ വലിയ വലിയ കട്ടൗട്ടുകൾ റോഡ് സൈഡിലൊക്കെ കാണാനുണ്ട്. ആ ആൾ ദൈവം ഒരു 2 കൊല്ലം മുമ്പ് കോഴിക്കോട് ദർശനത്തിന് വന്നപ്പോൾ റമദാൻ മാസത്തിൽ പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ടാണ് ദർശനം കൊടുത്തതെന്ന് പത്രം എഴുതിയിരുന്നു. കാരണം മിക്കവാറും നല്ലൊരു ശതമാനം ഭക്തന്മാർ ആരാണ് മുസ്ലിമീങ്ങൾ. ഞാൻ പറയുന്നില്ല, മുറിച്ചവർ ഞാൻ പറയാണ്. അങ്ങനെ പറയാനുള്ള ഒരു ചെറിയ വാക്ക് ഞാൻ കടമെടുക്കുക. മുസ്ലിംമാരെ പറ്റി പറയാൻ കഴിയില്ല. എങ്ങനെയാണ് അവർ? വളരെ ചിന്തിക്കണം. നല്ലൊരു ശതമാനം ശിർക്ക് ചേരാനും വേണ്ടി മന്ത്രിപ്പണി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില മന്ത്രിമാർ, ചില മല്യമാർ, ചില ഭരണകർത്താക്കൾ, എല്ലാവർക്കും തട്ടിക്കൊട്ട കുറച്ച് എല്ലോണം മനസ്സിലാക്കുക. എന്ത് പോയാലും വേണ്ടില്ല ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം. ആ വാർഡ് നമ്മളെ കയ്യിൽ പോയാലും വേണ്ടില്ല, ആ മഹല്ല് പോയാലും വേണ്ടില്ല, ആ മണ്ഡലം പോയാലും വേണ്ടില്ല, ആ പാർലമെന്റ് സീറ്റ് പോയാലും വേണ്ടില്ല, ആ ഭരണകൂടം തകർന്നു ചാടിയാലും വേണ്ടില്ല. ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്കിനേക്കാൾ വലിയ നാശം എന്താ? ശിർക്കിന്റെ പൂജാരികളെ മുന്നിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ചില ആധുനിക ഭരണ നേതാക്കന്മാർ, അവർ നയിക്കുന്ന ഒരു ഉമ്മത്ത് എങ്ങനെ രക്ഷപ്പെടും? വളരെ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഞാൻ ആരും വേദനിപ്പിക്കാൻ പറയല്ല. ഞാനൊക്കെ വേദനിച്ചാൽ എനിക്ക് നഷ്ടമില്ല. വളരെ ചിന്തിക്കുക. ശിർക്ക് വളരെ നാശമാണ്. ശിർക്കിൽ നിന്ന് പിരിഞ്ഞു പോകണം. അത് ബോധമില്ലാത്തവർ നിങ്ങളോടൊക്കെ സ്നേഹം കൊണ്ട് പറയാം. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനതാ അറാഫന ഔ കാഹിന. ഒരു ജോത്സ്യന്റെ മുന്നിൽ ആരെങ്കിലും പോയിരുന്നാൽ ഫഖദ് കഫറ ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദാവൂദ് രേഖപ്പെടുത്തി. ഒരു ജോത്സ്യന്റെ മുന്നിൽ പോയിരുന്നാൽ ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചുവല്ലോ, അവൻ കാഫിറായല്ലോ. ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കൊണ്ടവൻ കാഫിറായിട്ടുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വേറൊരു ഹദീസിൽ കാണാം, മനതാ അറാഫ. ഒരു ഗണിച്ച് പറയുന്ന ആളോട് അടുത്തൊരാൾ സമീപിച്ചു. ഫയസ്അലുഹു അൻ ഷൈഇൻ. എന്നിട്ട് അവനോട് ഒരു കാര്യം ചോദിച്ചാൽ ലം യുഖബൽ സ്വലാത്തുഹു 40 യൗമാ. സ്വഹീഹ് മുസ്ലിം. അവന്റെ നിസ്കാരം പോയി പറഞ്ഞാൽ പോരെ, വിശ്വസിച്ചാലും വേണ്ടില്ല, വിശ്വസിച്ചാൽ കാഫിറാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
വിശ്വസിക്കേണ്ട. അവിടെ നിന്ന് പോയിരുന്നാൽ പോലും ലം തുഖ്ബലു സ്വലാത്തുഹു 40 യൗമാ. ഇങ്ങനത്തെ മുനജ്ജിമീങ്ങളുടെ ഇങ്ങനത്തെ കള്ളന്മാരെ മുന്നിൽ പോയിരുന്ന് ഇങ്ങനത്തെ ശിർക്കിന്റെ മണ്ഡപങ്ങളിൽ സഹായിക്കുന്നവര്, ശിർക്കിന്റെ മണ്ഡപങ്ങൾക്ക് ആന വാങ്ങിക്കൊടുക്കുന്നവര്, ശിർക്കിന്റെ മണ്ഡപങ്ങളിൽ ശിർക്കിന്റെ ഉത്സവം ഉണ്ടാകുമ്പോൾ ആനയുടെ സംഭാവന നേർച്ചയാക്കുന്ന ഹാജിയന്മാര് ഒക്കെ ഉണ്ട് കേരളത്തിൽ. ശിർക്കിന്റെ മണ്ഡപങ്ങളിൽ ഉത്സവം നടക്കുമ്പോ 100, 50, 100, 75 ആന വേണ്ടി വരും. ഒരാന ഹാജിയുടെ വക, മറ്റേ ആന എനിക്കറിയാം. ഓരോ കച്ചവടക്കാർ, വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് നടക്കുന്ന കച്ചവടക്കാര്, അവരെ കച്ചവടം ഇവന്റെ ഏലസിന്റെ ബലത്തിലായിരിക്കും നടന്നു പോവുക. അതുകൊണ്ട് അവന്റെ മണ്ഡലത്തിൽ ഉത്സവം ഉണ്ടാവുമ്പോ മൂപ്പര വക ഒരാന നേർച്ച. എന്തിനാണ് മനുഷ്യ നീയൊക്കെ ലായിലാല്ലെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ തല തുറന്ന് ആലോചിച്ചു. അല്ലാഹു തആല ഒരിക്കലും അംഗീകരിക്കില്ല ശിർക്ക്. ശിർക്ക് കഠിന വിരുദ്ധമാണ്, ശിർക്ക് നാശമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കുമുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ നേരിയ ഒരു സ്പർശമായി മാത്രം ഈ കാര്യം നിങ്ങൾ മുന്നിൽ വെച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു കാര്യം മാത്രമാണ് പറയാ. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരിക്കൽ വേലക്കാരൻ ഒരു പാല് കൊടുത്തു. പാല് കുടിച്ചു, വിശപ്പുകൊണ്ട് വേഗം കുടിച്ചു. സാധാരണയായി എന്തെങ്കിലും കിട്ടിയാൽ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാറുണ്ട്. അന്ന് ചോദിച്ചില്ല, കുടിച്ചു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ വേലക്കാരൻ കൊടുത്തു കൊടുത്ത പാല ഇത് എവിടുന്ന് കിട്ടി എന്തെങ്കിലും ചോദിക്കാഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ന് വിശപ്പ് കൂടി, അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദിച്ചില്ല എന്നുള്ളൂ. ആയിക്കോട്ടെ, ഇന്ന് ചോദിക്കാം എവിടുന്ന് കിട്ടിയെന്ന്. അപ്പോൾ പറഞ്ഞു, കുന്തു കാഹിനൻ ഫിൽ ജാഹിലിയ്യ, ഞാൻ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ഒരു ജോത്സ്യനായിരുന്നു. അങ്ങനെ ഞാൻ ജോത്സ്യപ്പണി എടുക്കുമ്പോൾ ഉറഞ്ഞു തുള്ളും. അങ്ങനെ ആളുകൾ എനിക്കിങ്ങനെ കാണിക്കകൾ കൊണ്ട് നോക്കും, തരും. ഞാനതൊക്കെ സ്വീകരിക്കും, തിന്നും. കുറെ അങ്ങനെ ഇസ്ലാമിൽ വന്നു. കുറച്ച് കാണിക്കകൾ, കുറച്ച് പണം ബാക്കി ഉണ്ടായിരുന്നു എൻ്റെ കെട്ടിൽ. ഇന്ന് നിങ്ങളടുത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പലതും തെരഞ്ഞു നോക്കി, കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് പഴയ എൻ്റെ ഭാണ്ഡക്കെട്ട് ഓർമ്മ വന്നത്. ആ ഭാണ്ഡക്കെട്ടിൽ നിന്ന് അങ്ങനെ അതിൽ നിന്ന് ഞാൻ പോയിട്ട് ഈ പാല് വാങ്ങിക്കൊണ്ടതാണ്. ഈ പഴയ കാഹിനിന്റെ വേലയാൻ കാഹിൻ, ഈ ജോത്സ്യനെ വിട്ട് ആയ എനിക്ക് കാലത്ത് കിട്ടിയ കൂലിന്റെ പാലാണ്, അതിനാണ് ഞാൻ പാല് വാങ്ങിയത് എന്ന് പറയുന്നതോടുകൂടെ അണ്ണാക്കിലേക്ക് കയ്യങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് ഛർദിച്ചു. എന്നിട്ട് ഇരുന്നാണ് കരഞ്ഞു, അല്ലാഹുവേ, ഞാൻ എത്ര ഛർദിച്ചാലും ബാക്കിയുള്ളത് ഇനിയും കുടലിലുണ്ടാകുമല്ലോ, എന്നോട് കാക്കണേ, പൊറുക്കണേ. അപ്പോഴാണ് فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. എന്ന നാസിആത്തിലെ ആയത്ത് അപ്പോഴാണ് ഇറങ്ങിയത്. റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ട് ആരെങ്കിലും ശിർക്കിനെ ഒഴിവാക്കിയാൽ, എന്നിട്ട് ഇത്തരം കാര്യങ്ങളെ തൊട്ട് ആരെങ്കിലും മാറി നിന്നാൽ അവന് സ്വർഗം അഭയകേന്ദ്രമാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു സ്വർഗം തരട്ടെ. ആ ആയത്ത് മാത്രമാണ് ഓതിയിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ആ ആയത്ത് നോടട്ടെ. فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. الله نمك نافع علمنا ترتين وآخر دعوانا أن الحمد لله رب العالمين.